Good morning. Okay. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു അല്ലെ? ഏതാണ്? ആംബുലൻസ് സർവീസസ്. ആംബുലൻസ് സർവീസസ് പേജ് നമ്പർ എത്രയാണ്? 63യോ? നിങ്ങളുടെ ടെക്സ്റ്റിൽ എത്രയാണ് പേജ് നമ്പർ? യെസ്, 63. ഓക്കെ. അപ്പൊ നമ്മള് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞതാണ് അല്ലെ? മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ transport the patient to treatment facilities such as hospital. Treatment facilities like hospital treatment facilities such as hospital patients transport ചെയ്യാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വെഹിക്കിൾ ആണ് ഇത്. മെഡിക്കലി അറേഞ്ച്ഡ് വെഹിക്കിൾ ഇതാണ് ആംബുലൻസ് എന്ന് പറയുന്നത്. Then ambulance, the term ambulance come from the Latin word. ഏത് വേർഡ് ആയിരുന്നു? Latin word ഏതാണ്? Ambulare. The term ambulance comes from the Latin word ambulare. What is the meaning? To walk or move about. To walk or move about. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞത് എന്താണ്? നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് there are so many type of ambulance. പല തരത്തിലുള്ള ഒരു സെക്കൻഡ് ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? അവിടെ പല ടൈപ്പ് ഓഫ് ആംബുലൻസ് ഉണ്ട് അല്ലെ? ഫസ്റ്റത്തെയാണ് റോഡ് ഗോയിങ് ആംബുലൻസ്. രണ്ടാമത്തെയാണ് എയർ ഗോയിങ് ആംബുലൻസ്. മൂന്നാമത്തെയാണ് വാട്ടർ ഗോയിങ് ആംബുലൻസ്. റോഡ് ഗോയിങ് ആംബുലൻസ് മോട്ടോർ സൈക്കിൾ ആവാം, ബൈസൈക്കിൾ ആവാം, ബസ്സസ് ആകാം. എയർ ഗോയിങ് ഹെലികോപ്റ്റേഴ്സ് ഓർ എയർക്രാഫ്റ്റ്. ദെൻ വാട്ടർ ഗോയിങ് ബോട്ട്, ഹോസ്പിറ്റൽ, ഷിപ്സ്. ഇത് ജസ്റ്റ് ഒരു ക്ലാസിഫിക്കേഷൻ അവിടെ പറഞ്ഞേക്കുന്നുള്ളൂ കേട്ടോ. റോഡ് ഗോയിങ്, എയർ ഗോയിങ്, വാട്ടർ ഗോയിങ് ആംബുലൻസസ്. ഇനി നെക്സ്റ്റ് ആണ് മെയിൻ ആയിട്ട് വരുന്നത് ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് അതിന്റെ ആംബുലൻസിന്റെ പ്രവർത്തന രീതി അനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ 7 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 7 ടൈപ്പ് പറയുന്നുണ്ട്. ഫസ്റ്റത്തെയാണ് എമർജൻസി ആംബുലൻസ്. പേരിന്ന് തന്നെ കേട്ടാ അറിയാം അല്ലെ? നമുക്ക് എന്താവശ്യത്തിന് വേണ്ടിയാ? എമർജൻസി പർപ്പസിന് വേണ്ടിയിട്ട് അല്ലെ? The most usual mode of ambulance which gives care to patient with a critical ill or injury. ഗുരുതരമായിട്ടുള്ള രോഗങ്ങള്, മുറിവുകള് അങ്ങനെ സംഭവിച്ചിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചാപ്റ്റർ എത്രയാ നിങ്ങൾക്ക്? 11 അല്ലേ? ഓക്കെ. ചാപ്റ്റർ 11 ആംബുലൻസ് സർവീസ് പേജ് നമ്പർ 63. ഓക്കെ, പേജ് നമ്പർ 63. 64. ഓക്കെ, നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളില് 11ാമത്തെ ചാപ്റ്റർ പേജ് നമ്പർ 64. അപ്പൊ നമ്മൾ പറഞ്ഞത് എമർജൻസി ആംബുലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ ആയിട്ട് ഗുരുതരമായിട്ടുള്ള രോഗങ്ങള്, അതുപോലെ തന്നെ മുറിവുകളൊക്കെ പറ്റിയ ആളുകളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആംബുലൻസ് ആണ് എമർജൻസി ആംബുലൻസ്. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ അറിയാം, എമർജൻസി പർപ്പസ്. എമർജൻസി ആയിട്ട് ക്രിട്ടിക്കൽ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തിരുന്നു കേട്ടോ. പേഷ്യന്റ് വിത്ത് എ ക്രിട്ടിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചറി. അപ്പൊ അതിനകത്ത് ചോദിക്കേണ്ട ആവശ്യമിട്ട് തന്നെ ചോദിക്കാം കേട്ടോ. അല്ലെങ്കിൽ the most usual mode of ambulance which give care to patient with a critical illness or injury is called a dash. ഏത് ടൈപ്പ് ആംബുലൻസ്? അത് എമർജൻസി ആംബുലൻസ് ആണ്. അത് എന്താവാം? they can be road going vans, റോഡിലൂടെ പോകുന്ന വാഹനങ്ങളാകാം, ബോട്ട്സ് ആവാം, ഹെലികോപ്റ്റർ ആവാം, ഫിക്സ്ഡ് വിങ് എയർക്രാഫ്റ്റ് ഓർ എയർ ആംബുലൻസുകളാവാം, ഓർ ഈവൻ കൺവേർട്ടഡ് വെഹിക്കിൾസ് such as a ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വെഹിക്കിൾസും ആകാം ഏത്? എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ഗോൾഫ് കാർട്ട് നോക്കിയായിരുന്നു നിങ്ങള്? ഞാൻ പറഞ്ഞില്ലായിരുന്നു? ഒന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോ ഗൂഗിളിലോ ഒക്കെ ഒന്ന് അടിച്ചൊന്ന് നോക്കുക. ഗോൾഫ് കാർട്ടിന്റെ പിക്ചർ നോക്കിയായിരുന്നു നിങ്ങള്?
ഓക്കെ, എന്താ പറഞ്ഞേക്കുന്നേ, ഗോൾഫ് കാർട്ട് പോലെ കൺവേർട്ട് ചെയ്തിട്ടുള്ള വെഹിക്കിൾസും ആകാം എമർജൻസി ആംബുലൻസ് എന്ന് പറയുന്നത്. ആരും നോക്കിയില്ലേ? യെസ്, ഒരാളെങ്കിലും നോക്കിയില്ലേ? ഇപ്പൊ ഞാൻ നോക്കാൻ പറഞ്ഞിട്ട് നോക്കണ്ടേ? ഓക്കെ, അപ്പോ ഫസ്റ്റത്തെ സെന്റൻസ് അതിലൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ മതി കേട്ടോ. ഓക്കെ, ഫസ്റ്റത്തെ സെന്റൻസ് ആ പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്തിടാം. The most usual mode of ambulance which gives care to patient with a critical illness or injury. ഗുരുതരമായിട്ടുള്ള രോഗങ്ങളോ മുറിവൊക്കെ പറ്റിയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനുള്ളതാണ് എമർജൻസി ആംബുലൻസ്. ഇനി രണ്ടാമത്തെ ടൈപ്പ് നോക്കിയേ, പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. അടുത്തൊരു ഫങ്ഷണൽ ടൈപ്പ് അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തേക്കുന്നതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. അപ്പൊ എന്താ, പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളത് അല്ലെ, പേര് അങ്ങനെയല്ലേ, പേഷ്യന്റിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആംബുലൻസ് ആണ്. A vehicle which has the duty of transporting patient to, from or between the location of medical treatment such as hospital or dialysis center for non-urgent care. അണ്ടർലൈൻ ചെയ്തിട്ട് എവിടെ, പേഷ്യൻസിനെ നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്കോ ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിലേക്കൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി അതിനുവേണ്ടി സജ്ജീകരിച്ചിട്ടുള്ള അതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്. ഒള്ളി എന്താ പർപ്പസ്, എന്താ, പേഷ്യൻസിനെ കൊണ്ടുപോകുക, എമർജൻസി ആയിട്ടൊന്നും അല്ല, സാധാ നമ്മൾ പേഷ്യൻസിനെ കൊണ്ടുപോകാം. ഇപ്പൊ ഡയാലിസിസ് ഒക്കെ ചെയ്യണത് നമുക്കറിയാം അല്ലെ, ഇപ്പൊ ആഴ്ചയിൽ ചിലപ്പോ 2 പ്രാവശ്യം ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ അത് പതിവായിട്ട് നമ്മൾ പോകുന്നതാ ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിലേക്ക്. നമ്മൾ എന്താണ് എല്ലാ ആഴ്ചയിലും ഇന്ന ദിവസം നമ്മൾ പോണത്, അത് നമ്മൾ മുൻകൂട്ടി നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്ന കാര്യമാണ്. പേഷ്യൻസിനെ കൊണ്ടുപോകുക, അത്രയുള്ളതാണ് ഒരു ഇതാണ് പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത്. ഫോർ ട്രാൻസ്പോർട്ട് ടു ദ പേഷ്യന്റ് അല്ലെ, പേഷ്യൻസിനെ കൊണ്ടുപോകുക എങ്ങോട്ട്, ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി മെഡിക്കൽ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ ഡയാലിസിസ് സെന്ററിലേക്കോ തിരിച്ചവിടെ നിന്ന് വീട്ടിലേക്കും ഒക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകുക. അവിടെ ഒരു വേർഡ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ടത് ഫോർ നോൺ അർജന്റ് കെയർ. അർജന്റ് അല്ല, അർജന്റ് ആണോ അത് നമുക്കറിയാലോ, അടുത്ത ആഴ്ചയും ഡയാലിസിസ് ചെയ്യാൻ പോകണം. അർജന്റ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ പെട്ടെന്ന് വരുന്ന ഒരു കാര്യമല്ല എന്നാട്ടോ നോൺ അർജന്റ് കെയർ. അത് നമ്മൾ പതിവായിട്ട് ചെയ്യുന്നതാണ്. ഡയാലിസിസ് ചെയ്യാൻ നോർമലി പേഷ്യന്റിനെ കൊണ്ടുപോകുന്നു, ഡയാലിസിസ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. ഓക്കെ, ദീസ് ക്യാൻ ബി വാൻസ്, ബസ്സസ് ഓർ അതർ വെഹിക്കിൾസ്. ഇത് വാനുകളാകാം, ബസ്സുകളാകാം, മറ്റുള്ള വാഹനങ്ങളും ആകാം. രണ്ടെണ്ണം ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? എമർജൻസി ആംബുലൻസ് ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലെങ്കിൽ ഇഞ്ചുറി പറ്റിയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ എമർജൻസി പർപ്പസ് ആണ്. രണ്ടാമത്തെ പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നോൺ അർജന്റ് കെയർ ആണ്. നമുക്ക് മുൻകൂട്ടി അറിയാം ഇന്ന ദിവസം ഡയാലിസിസ് ചെയ്യാൻ കൊണ്ടുപോകാം. സാധാരണ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നു, ഡയാലിസിസ് സെന്ററിൽ കൊണ്ടുപോയി ഡയാലിസിസ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കുന്നു, പേഷ്യൻസിനെ കൊണ്ടുപോകാൻ. ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ആംബുലൻസ് ബസ്. ആംബുലൻസ് ബസ് ഓക്കെ, ആ പേര് പോലെ തന്നെ കേട്ടോ. എന്താണെന്നറിയോ, ബസ്സിൽ എന്താ, കാറും ബസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ? കാറ്, ഓട്ടോറിക്ഷ, 2 വീലർ, ബസ് തമ്മിൽ എന്താ വ്യത്യാസം? വലുതാണ്, സ്പേസ് ഉണ്ട്, സ്പേസ് കൂടുതൽ ബസ്സിലുണ്ട്. പിന്നെ എന്താണ്? പിന്നെന്താ, കുറെ ആളുകളെ കൊണ്ടുപോകാം, ഒത്തിരി ആളെ ആഡ് ചെയ്യാം. ഓക്കെ, ഫെസിലിറ്റികൾ ഉണ്ട്. അത് തന്നെ നിങ്ങളുടെ കറക്റ്റ് നമ്മുടെ ആൻസറിലേക്ക് വന്നിട്ടുണ്ട്. എന്താണ് ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞാണ്ടല്ലോ, അവിടെ ഇപ്പൊ നമ്മൾ പറയട്ടെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റി, അവിടെ ആ ഒരു സ്പോട്ടില് കുറെ പേർക്ക് ഒരുമിച്ച് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആംബുലൻസ് ബസ് യൂസ് ചെയ്യുന്നത്. അതായത് എന്താ, 10ഓ 20ഓ പേർക്ക് ഒരുമിച്ച് നമുക്ക് എന്താണ് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ആംബുലൻസ് സാധാ ആംബുലൻസിൽ 1ഓ 2ഓ പേരെ കൊണ്ടുപോകാനുള്ള ഫെസിലിറ്റി അല്ലേ ഉള്ളൂ. 1ഓ 2ഓ പേരെ കൊണ്ടുപോകാം, കിടത്തി കൊണ്ടുപോകാം അല്ലെ. ഇപ്പൊ ആംബുലൻസ് ബസ്സിലാണെങ്കിൽ അപ്പൊ എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു 20 പേർക്ക് പറ്റിയെങ്കിൽ 20 ആംബുലൻസ് വരാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളതിന് വേണ്ടിയിട്ടാണ് ആംബുലൻസ് ബസ് എന്ന് പറഞ്ഞത്. പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചു, 10ഓ 20ഓ ആളുകളെ ഒരുമിച്ച് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരാം. അങ്ങനെ വരുമ്പോഴാണ് ആംബുലൻസ് ബസ് ഉപയോഗിക്കുന്നത്. എ ഹ്യൂജ് ആംബുലൻസ് ഉണ്ടോ, വലിയ ആംബുലൻസ് ആണെന്ന്.
വലിയ ആംബുലൻസ് ആണ് യൂഷ്വലി ബേസ്ഡ് അപ്പോൺ എ ബസ് ചേസസ് ബേസ് ഫ്രെയിം എ കാർ. കണ്ടോ, ബസിന്റെ ചേസസ് പോലെ, അതായത് ബസിന്റെ ആ ഒരു മോഡൽ തന്നെയാണ്. That can move out and transport a great number of patients. കൂടുതൽ ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി അണ്ടർലൈൻ ചെയ്തിട്ട് അത് can move out and transport a great number of patients. അപ്പൊ കൂടുതൽ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത് ഏതാണത്? ആംബുലൻസ് ബസ് ആണ്. അങ്ങനെ ചോദിക്കാട്ടോ. A huge ambulance and transport a great number of patients. വലിയ ആംബുലൻസ് ആണ്, ഒത്തിരി ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതേത് ടൈപ്പ് ആംബുലൻസാ? അപ്പൊ നമുക്ക് ഓപ്ഷൻസ് അവിടെ വേറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. നമ്മളിപ്പോ പഠിച്ചതിൽ തന്നെ ഓപ്ഷൻസ്: പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ്, ഓപ്ഷൻ ബി എമർജൻസി ആംബുലൻസ്, ഓപ്ഷൻ സിയിൽ കിടക്കുന്നു ആംബുലൻസ് ബസ്, ഓപ്ഷൻ ഡിയിൽ നൺ ഓഫ് ടൈപ്പ്. ഏത് ക്ലിക്ക് ചെയ്യും നമ്മള്? ഏത് ചൂസ് ചെയ്യും? ആംബുലൻസ് ബസ്. ഓക്കെ, 3 കറക്റ്റ് തന്നെയാണ് അല്ലെ? അത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. That can move out and transport a great number of patients. കൂടുതൽ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, കൂടുതൽ ആളുകളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി അടുത്തതാണ് ചാരിറ്റി ആംബുലൻസ്. ചാരിറ്റി ആംബുലൻസ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ്. ചാരിറ്റിക്ക് എന്താ പറയാ, അവരുടേതായ ആംബുലൻസ് സർവീസുകളും ഉണ്ടാവും അല്ലെ? കണ്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കേട്ടോ. Okay, a peculiar mode of patient transport ambulance is given by a charity. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ, ഇങ്ങനെ തന്നെ ചോദിക്കാം. Dash is a peculiar mode of patient transport ambulance is given by a charity. ആ പേരിൽ തന്നെ ഉണ്ട് ഏതാ? ചാരിറ്റി ആംബുലൻസ്. For the purpose of taking sick children, സിക്കായിട്ടുള്ള കുട്ടികളെ ഓർ അഡൽട്ട്, ഒരു സർവീസ് എന്നുള്ള നിലയിൽ അല്ലെ, അഡൽട്ട് പ്രായമായ ആളുകളെ ഓൺ ഔട്ടിംഗ് ഓർ വെക്കേഷൻ away from hospital. ഹോസ്പിറ്റലിലൊക്കെ ഉള്ള ഇങ്ങനെ പ്രായമായ ആളുകളെയോ കുട്ടികളെയൊക്കെ നമ്മളൊരു ഔട്ടിങ് പോലെ പുറത്തേക്കൊക്കെ ഒന്ന് കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ് ഏത്? ചാരിറ്റി ആംബുലൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഹോസ്പിറ്റൽ സെന്റേഴ്സിലോ താമസിക്കുന്നവരുടെ ആകാം അല്ലെ, അല്ലെ കെയർ ഹോമില് താമസിക്കുന്ന ആളുകളൊക്കെ ആവാം. അപ്പൊ അവിടെയുള്ള പ്രായമായവരെയൊക്കെ ഒരു ഔട്ടിങ് പോലെ അവരെ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാട്ടോ. ഓക്കെ, ഇനി എക്സാമ്പിൾസ്. റസീന അവിടെ ഗുഡ് മോർണിംഗ്. ഇപ്പൊ എനിക്കൊരു ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ടോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ലേറ്റ് ആയോ കേറാനായിട്ട്? കേറിയുള്ളോ ക്ലാസ്സില്? കുഴപ്പമില്ല. നോക്കി അടുത്ത് എന്താ പറഞ്ഞേക്കുന്നത്? അപ്പൊ എക്സാമ്പിൾ ഇൻക്ലൂഡ് ദ യുണൈറ്റഡ് കിങ്ഡംസ് ചെമ്പുലൻസ് പ്രൊജക്ട്. യുണൈറ്റഡ് കിങ്ഡത്തിലുള്ള ചെമ്പുലൻസ് പ്രൊജക്ട് അത് ഇതുപോലെ തന്നെ ഒരു ചാരിറ്റി പോലെ ചെയ്യുന്ന കേട്ടോ, സർവീസ് ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ആണ് കേട്ടോ. ഒരു ട്രസ്റ്റ് തന്നെയാണ് അത്, യുണൈറ്റഡ് കിങ്ഡം ചെമ്പുലൻസ് പ്രൊജക്ട്. ദീസ് ആർ കോമൺലി ബേസ്ഡ് ഓൺ എ ബസ്. അത് ബസ് പോലെ, അതായത് കുറച്ചു പേരെ ഔട്ടിങ് പോലെ അവരെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകുക, ആ ഒരു പർപ്പസ് ഒക്കെയാണ് ചാരിറ്റി ആംബുലൻസ് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങള് ഗിവൺ ബൈ ദ ചാരിറ്റി അവിടെ വരെയും അണ്ടർലൈൻ ചെയ്തിട്ടാ മതി. രോഗബാധിതരായ കുട്ടികളെയോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളെയോ ഹോസ്പിറ്റലിൽ നിന്നോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ സെന്ററുകളിൽ നിന്നോ ഒക്കെ ലോങ് ടൈം കെയറിൽ ദീർഘകാല പരിചരണത്തിൽ കഴിയുന്ന അല്ലെങ്കിൽ കെയർ ഹോമുകളിൽ താമസിക്കുന്നവരെയൊക്കെ ഒരു ഔട്ടിങ് അല്ലെങ്കിൽ ഒരു വെക്കേഷൻ അതൊക്കെ വേണ്ടി കൊണ്ടുപോകുന്നതിന് വേണ്ടി ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. given by the charity. അതാണ് ചാരിറ്റി ആംബുലൻസ്. ഇത്രയും ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാണ് മതി കേട്ടോ. ഫസ്റ്റ് സെന്റൻസിൽ നമ്മുടെ ആ ചാരിറ്റി വരെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേ. അപ്പൊ തന്നെ നമുക്ക് കൺഫ്യൂഷൻ ഇല്ല അവിടെ. given by the charity എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ചാരിറ്റി ആംബുലൻസ് ആണ്. ഇനി അടുത്തതാണ് ബാരിയാട്രിക് ആംബുലൻസ്. ബാരിയാട്രിക് ആംബുലൻസ് എന്ന് വെച്ചാൽ എന്താ? A peculiar mode of patient transport ambulance is designed for extremely overweight patient. ഭയങ്കര വെയിറ്റ് ഉള്ള ആളുകളില്ലേ, പണ്ടത്തടിയൊക്കെ ആയിട്ടുള്ള അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ഇത് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. Peculiar mode of patient transport ambulance designed for extremely overweight patient.
equipped with the proper tools to move and manage these patients. ഈ പേഷ്യൻസിനെ കൊണ്ടുപോകാൻ നമുക്ക് എടുത്തു പൊക്കി കൊണ്ടുപോകാൻ പറ്റുമോ? ഭയങ്കര വെയിറ്റ് ആണ്, നമ്മളുടെ ഡബിൾ അല്ല ട്രിപ്പിൾ വെയിറ്റ് ഒക്കെ ഉള്ള ആളുകളെ നമുക്ക് എടുത്ത് പൊക്കി കയറ്റാൻ പറ്റൂല. അപ്പൊ അതിന് എന്ത് വേണം? അതില് പ്രോപ്പർ ടൂൾസ് ആൻഡ് ടു മൂവ്, അവരെ മൂവ് ചെയ്യിക്കാനായിട്ട് അതിൻ്റെതായ പറ്റുന്ന രീതിയിലുള്ള ടൂൾസുകളൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള ആ പേഷ്യൻസിന് ഓവർവെയിറ്റ് പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ അവരെ മൂവ് ചെയ്യാനായിട്ടുള്ള പ്രോപ്പർ ടൂൾസ് അത് വേണം. അതാണ് ഇത് ബാരിയാട്രിക് ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ അത്രയും ടൂൾസുകള് സജ്ജീകരണങ്ങളൊക്കെ ഉള്ള ഈ ഓവർവെയിറ്റ് ഉള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ഇത് ബാരിയാട്രിക് ആംബുലൻസ്. അണ്ടർലൈൻ ചെയ്തോട്ടെ അത്. Peculiar mode of patient transport ambulance designed for എന്തിനു വേണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നതാണ്? എക്സ്ട്രീംലി ഓവർവെയിറ്റ് പേഷ്യൻസ്. എക്സ്ട്രീംലി ഓവർവെയിറ്റ് പേഷ്യൻസ്. ഓക്കെ, എക്സ്ട്രീംലി ഓവർവെയിറ്റ് പേഷ്യൻസ്, ഓവർവെയിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ള, അപ്പൊ അതിൻ്റെതായ പ്രോപ്പർ ടൂൾസുകൾ ഉണ്ടാവും, അവരെ മൂവ് ചെയ്യിക്കാനുള്ള ഇതൊക്കെ ഉണ്ടാകും, അവരെ മാനേജ് ചെയ്യുന്ന രീതിയിലുള്ള ഫെസിലിറ്റി ഉള്ള ഒരു ആംബുലൻസ്, ബാരിയാട്രിക് ആംബുലൻസ്. അടുത്തതാണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ആറാമത്തെ ടൈപ്പ് ആട്ടോ. ഫംഗ്ഷൻ അനുസരിച്ചാട്ടോ ഈ ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. ഇവിടെ എന്താ? റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. അപ്പൊ എന്താ? ഓർഗൻ റിക്കവറി ചെയ്യാനായിട്ട് പെട്ടെന്ന് അല്ലെ, ഓർഗൻ ട്രാൻസ്ഫർ ചെയ്യാൻ. ഇപ്പൊ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു, അപ്പോ പേഷ്യന്റ് മരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിച്ചാലാണ്, ഇത്ര ടൈമിനുള്ളിൽ അവരുടെ ഓർഗൻസ് എടുത്താലാണ് വേറെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവര് പേഷ്യൻസിനെ നമ്മള് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് എന്തുദ്ദേശത്തോടു കൂടിയാണ്? അവരുടെ ഓർഗൻസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. അപ്പൊ ഇത്ര ടൈമിനുള്ളിൽ അവരെ എത്തിച്ചാലാണ് അത് നമുക്ക് വേറെ പേഷ്യന്റിലേക്ക് നമുക്കത് സേഫ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ടൈം ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല, അതെയാവും. അപ്പൊ അതാണ് ആ ഒരു പർപ്പസ് പറഞ്ഞേക്കണേ. കളക്ട് ദ ബോഡീസ് ഓഫ് ഇൻഡിവിജ്വൽ ഹു ഹാവ് ഡൈഡ് സഡൻലി ഫ്രം ഹാർട്ട് അറ്റാക്ക്. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പെട്ടെന്ന് മരണമടഞ്ഞ ഇൻഡിവിജ്വൽസ്, അവരുടെ ബോഡി, ആൻഡ് ആക്സിഡന്റ് പറ്റി പെട്ടെന്ന് മരിച്ച ആളുകളുടെ ബോഡീസ്, അവരുടെ ബോഡീസ് ഒക്കെ ഉടനെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്, ആൻഡ് അതർ എമർജൻസീസ് ആൻഡ് ട്രൈ ടു പ്രിസർവ് ദ ഓർഗൻ. എന്താ നമ്മുടെ ഉദ്ദേശം? എന്താ? അവരുടെ ഓർഗൻസ്, മരിച്ച ആളുകളാണ്, ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് വന്നു അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റി പെട്ടെന്ന് മരിച്ചു, അപ്പൊ അവര് വേഗം തന്നെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയാ? അവരുടെ ഓർഗൻസ് പ്രിസർവ് ചെയ്യാൻ. അതിനു വേണ്ടിയിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ആംബുലൻസ് ആണ് റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ടു പ്രിസർവ് ദ ഓർഗൻസ്, accident and other emergencies and try to preserve the organs. ലാസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഓർഗൻസ് പ്രിസർവ് ചെയ്യുക. ഓർഗൻസ് പ്രിസർവ് ചെയ്യുക എന്ന ഒരു പർപ്പസോട് കൂടി നമ്മള് പേഷ്യൻസിനെ ഇങ്ങനെ പെട്ടെന്ന് മരിച്ച പേഷ്യൻസിനെ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ വേഗം ഷിഫ്റ്റ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ അത്? റാപ്പിഡ് ഓർഗൻ റിക്കവറി ആംബുലൻസ്. ഇനി നെക്സ്റ്റ് ലാസ്റ്റത്തെയാണ് സൈക്യാട്രിക് ആംബുലൻസ്. അറിയാലോ എന്താണ് സൈക്യാട്രിക് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ? നമ്മള് സൈക്യാട്രിക് എമർജൻസി പറ്റിയിട്ടുള്ള ആളുകള് അല്ലെ, മെന്റലി ഇങ്ങനെ ഉള്ള മെന്റൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രത്യേക സജ്ജീകരിച്ചിട്ടുള്ള ആംബുലൻസ് ആണ് സൈക്യാട്രിക് ആംബുലൻസ്. ആംബുലൻസ് കമ്മിറ്റഡ് ടു ട്രീറ്റ് സൈക്യാട്രിക് എമർജൻസീസ്. ആംബുലൻസിന് വേണ്ടിയിട്ടാണ് എന്ത് ട്രീറ്റ് ചെയ്യാൻ? സൈക്യാട്രിക് എമർജൻസി ഉള്ള പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുക എന്ന ഒരു കമ്മിറ്റഡ്, അതിനുള്ള ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ആ ഒരു ഉദ്ദേശത്തോടു കൂടിയുള്ള ആംബുലൻസ് ആണ് സൈക്യാട്രിക് ആംബുലൻസ്. ഓക്കെ, ആ ഒരു ഒറ്റ സെന്റൻസേ ഉള്ളൂ, ആ സെന്റൻസും അതിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഫങ്ഷണൽ ടൈപ്പ് ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, യെസ്. എമർജൻസി ആംബുലൻസ് എന്തിനായിരുന്നു? ഒറ്റ വാക്കില് എന്ത് പറയാം? ക്രിട്ടിക്കൽ ഇല്ല ഇഞ്ചുറി പറ്റിയിട്ടുള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ
പേഷ്യന്റ് ട്രാൻസ്പോർട്ട് ആംബുലൻസ് എന്താ? നോൺ അർജന്റ് കെയർ അല്ലെ, അർജന്റ് ഒന്നും അല്ല, സാധാ പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ആംബുലൻസ് ബസ് എന്തായിരുന്നു? കുറെ ആളുകളെ ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. Can move out and transport a great number of patients. കൂടുതൽ ആളുകളെ 10-20 പേരെ ഒരുമിച്ച് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. ചാരിറ്റി ആംബുലൻസ് എന്താ? ഒരു ചാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ആംബുലൻസ് ആണ്. ബാരിയാട്രിക് ആംബുലൻസ് എന്തായിരുന്നു? ഓവർവെയിറ്റ് ഉള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ബാരിയാട്രിക് ആംബുലൻസ്. റാപ്പിഡ് ഓർഗൻ റിക്കവറി എന്താണ്? അവരുടെ ഓർഗൻസ് പ്രിസർവ് ചെയ്യുക. പെട്ടെന്ന് മരിച്ചുപോയ ആളുകള് സ്ട്രോക്ക് ആയിട്ടോ ഹാർട്ട് അറ്റാക്ക് മറ്റു ആക്സിഡന്റോ അങ്ങനെയുള്ള എന്തെങ്കിലും ആയിട്ട് പെട്ടെന്ന് മരിച്ച ആളുകളെ സേഫ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കണം. എന്തിനു വേണ്ടിയാ? അവരുടെ ഓർഗൻസ് പ്രിസർവ് ചെയ്യാൻ. എന്നാലാണ് നമുക്ക് അടുത്ത ആളിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടുള്ളത്. ലാസ്റ്റ് ആണ് സൈക്കാട്രിക് ആംബുലൻസ്. സൈക്കാട്രിക് പ്രോബ്ലംസ് ഉള്ള അല്ലെ, അങ്ങനെ പ്രശ്നങ്ങളുള്ള, മെന്റലി പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളെ കൊണ്ടുപോകാൻ. ക്ലിയർ അല്ലേ? ഇനി ഇതിൽ ഏതെങ്കിലും തെറ്റിക്കോ? എക്സാമിന് ചോദിച്ചാ എളുപ്പമുള്ളതാണ്. തെറ്റിക്കോ? ക്ലിയർ ആണെന്നാണോ ഇതാൻ പറഞ്ഞത്? ഓക്കെ. ഇനി നെക്സ്റ്റ് നോക്കിയേ, ടൈപ്സ് ഓഫ് റോഡ് ആംബുലൻസ് ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. ശ്രദ്ധിക്കണേ, ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇത്രയും നമ്മൾ ഓരോ ഫംഗ്ഷൻ അനുസരിച്ചാ പറഞ്ഞത്, 7 ആയിട്ട് തിരിച്ചത്. ഇനി അടുത്തത് ആംബുലൻസിന്റെ ഒരു ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ ലെവൽ ഓഫ് കെയർ. നമ്മൾ കൊടുക്കുന്ന കെയർ ഇല്ലേ, അതിന്റെ ലെവൽ അനുസരിച്ച് കൊടുക്കുന്ന കെയർ, ആ ഒരു ലെവൽ ഓഫ് കെയർ, നമ്മൾ കൊടുക്കുന്ന കെയർ അതിന്റെ ലെവൽ അനുസരിച്ച് നമുക്ക് ആംബുലൻസിനെ 4 ടൈപ്പ് ആയിട്ട് തിരിക്കാം. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. അതിന്റെ ഓരോന്നിന്റെയും നോട്ട് ചെയ്തോളാം കേട്ടോ. ടൈപ്പ് എ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ ആണ്. ടൈപ്പ് എ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ, സാധാ ടൈപ്പ് ആംബുലൻസ്. ടൈപ്പ് എ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആംബുലൻസിൽ ഏത് ടൈപ്പ് ആണെന്നുള്ളത് എഴുതിയിട്ടുള്ളത്? ടൈപ്പ് ഡി ആംബുലൻസ് ഇല്ല. ഇനി അത് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അധികം നിങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മളും അതെ ഇതൊക്കെ എന്താ ഈ ഒരു ഫീൽഡിലേക്ക് നമ്മൾ വന്നതിന് ശേഷം ഞാനും അത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ ഇപ്പൊ സാധാരണ നമ്മൾ ആംബുലൻസ് കാണുന്നു, നമ്മൾ എന്താ ആംബുലൻസ് ആ ഒരു ഇതേ ഉള്ളൂ കൊറോണ ടൈമില് അല്ലെ. അപ്പൊ നമ്മൾ ഇത് കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഒരു അറിയാനൊരു ജിജ്ഞാസയുണ്ട് അല്ലെ. ഏത് ടൈപ്പാണ്? അപ്പൊ നമ്മൾ പഠിച്ചതാണല്ലോ ഓൾറെഡി, നമ്മൾ ഇതൊക്കെ പഠിച്ചു വെച്ചേക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് എ ആണ്. അത് മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ. ഓക്കെ, ഫോംഡ് ആസ് CMVR. CMVR എന്താ? സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് അനുസരിച്ച് ഫോം ചെയ്തതാണ്, രൂപീകരിച്ച ആംബുലൻസ് ആണ്. ഫോംഡ് ആസ് പെർ CMVR, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്. അതിന്റെ എക്സ്പാൻഡഡ് ഫോം ഒന്ന് നോക്കി വെച്ചു. സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ്, സെൻട്രൽ മോട്ടോർ വെഹിക്കിൾ റൂൾസ് അനുസരിച്ച് ഫോം ചെയ്തതാണ്. നോട്ട് ഏബിൾ ടു ക്യാരി ദ പേഷ്യന്റ് who are lying horizontally with the face and torso facing up. ടോർസോ എന്ന് പറഞ്ഞ എന്താ? ടോർസോ നമ്മുടെ ഫേസും നെക്കും അല്ലാത്ത ബാക്കി ഭാഗം ടോർസോ. അതായത് നമ്മളിങ്ങനെ ഭയങ്കര എമർജൻസി ആയിട്ട് നമ്മൾ അനങ്ങാതെ കിടക്കുന്നത് കൊണ്ടുപോകേണ്ട ആ ഒരു ടൈപ്പ് പേഷ്യൻസ് ഒക്കെ ഇല്ലേ, ഹൊറിസോണ്ടലി നേരെ കിടന്ന വഴിയല്ല, അങ്ങോട്ടും ചരിക്കാൻ പാടില്ല ഇങ്ങോട്ടും ചരിക്കാൻ പാടില്ല, അങ്ങനെ നേരെ തന്നെ രക്തനെ തന്നെ അങ്ങനെ കൊണ്ടുപോകണ്ട. ആ ഫേസ് ടോർസോ ഫേസിങ് മുകളിലേക്ക് ഇങ്ങനെ നേരെ നോക്കി കിടക്കുന്ന അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാൻ പറ്റില്ല. അതാ പറഞ്ഞേക്കണേ, നോട്ട് ഏബിൾ ടു ക്യാരി ദ പേഷ്യന്റ്. അതായത് എന്താ അവിടെ ഉദ്ദേശിക്കണേ? ഭയങ്കര എമർജൻസി ആയിട്ടൊക്കെ നമ്മള് ഇങ്ങനെ അനങ്ങാതെയൊക്കെ കൊണ്ടുപോകണം. അപ്പൊ അതിന് അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയാതെ ഒക്കെ ആയിട്ട് അതിനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വേണ്ടി വരാം, കുറച്ചും കൂടി കെയർ കൊടുക്കേണ്ടി വരാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് ടൈപ്പ് എ ആംബുലൻസ് പറ്റില്ല. Not able to carry the patient who are lying horizontally. നേരെ ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ട് ഈ ആംബുലൻസിൽ കൊണ്ടുപോകാൻ പറ്റില്ല എന്നാണ് പറഞ്ഞേക്കണത്. നോട്ട് ടു അവൈൽ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ് ദ വെഹിക്കിൾ. എന്താണ്? വെഹിക്കിളിന്റെ ഉള്ളിൽ മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല.
സാധാ ടൈപ്പാണ്, മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല. അവിടെ എക്സാമിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കും. മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്ത ടൈപ്പ് ഏത് ടൈപ്പിലെ മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്ത ആംബുലൻസ് ഏതാപ്പോ? സാധാ നമുക്ക് പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യാം, അത്രേ ഉള്ളൂ. അല്ലാതെ വേറെ മെഡിക്കൽ ഫെസിലിറ്റി ഒന്നും അതിന്റെ ഉള്ളിൽ ഇല്ല. അതാണ് ടൈപ്പ് 1 എന്ന് എഴുതണ്ട, എ എന്ന് തന്നെ എഴുതിയാൽ മതി കേട്ടോ. നമ്മൾ 4 ടൈപ്പാ. ടൈപ്പ് എ എന്ന് എഴുതിയാൽ മതി. ടൈപ്പ് എ മെഡിക്കൽ ഫസ്റ്റ് റെസ്പോണ്ടർ, അതായത് മെഡിക്കൽ ഫെസിലിറ്റി. അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്ത വെഹിക്കിൾ ഏതാണ്, ഏത് ടൈപ്പ് ആംബുലൻസ് ആണ്? അത് ടൈപ്പ് എ. ഓപ്ഷൻ 4 കൊടുക്കും. ടൈപ്പ് എ, ടൈപ്പ് ബി, ടൈപ്പ് സി, ടൈപ്പ് ഡി. അതിനകത്ത് മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്തത് ടൈപ്പ് എയിലാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകാൻ പറ്റില്ല, അതായത് അതിന്റെ ഉള്ളിൽ അധികം മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോട്ട് അവൈലബിൾ മെഡിക്കൽ ഫെസിലിറ്റി ഇൻസൈഡ് ദ വെഹിക്കിൾ. മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല. 2 പോയിന്റ് അതിനകത്ത് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ടൈപ്പ് ബി. രണ്ടാമത്തെ ടൈപ്പ് ആണ് ബി ടൈപ്പ്. അതെന്താണ്? പേഷ്യന്റ് ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ആണ്. പേഷ്യന്റ് transport vehicle normally crewed by the staff with a lesser qualification than the crews of an emergency ambulance. Crew എന്ന് പറഞ്ഞാൽ ആരാ? ക്രൂസ് ആരാ? CREW ക്രൂസ്. ക്രൂ ആരാ? ക്രൂ ആരാണ്? ക്രൂസ് എന്ന് പറയുന്നേ സ്റ്റാഫുകള്, അവിടുത്തെ ജോലിക്കാര്, ആംബുലൻസിലെ ജോലിക്കാര് അല്ലെങ്കിൽ സ്റ്റാഫുകളെയാണ് ക്രൂസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ബി ടൈപ്പിൽ എന്താ പറഞ്ഞേക്കുന്നത്? നോർമലി ക്രൂഡ് ബൈ ദ സ്റ്റാഫ് വിത്ത് ലെസ്സർ ക്വാളിഫിക്കേഷൻ. ക്വാളിഫിക്കേഷൻ കുറവ് മതി അവർക്ക്. ദാൻ ദ ക്രൂസ് ഓഫ് എമർജൻസി ആംബുലൻസ്. എമർജൻസി ആംബുലൻസിലെ ജോലിക്കാരെക്കാളും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ, ലെസ്സർ ക്വാളിഫിക്കേഷൻ, കുറഞ്ഞ ക്വാളിഫിക്കേഷൻ ഉള്ള സ്റ്റാഫുകളായിരിക്കും ടൈപ്പ് ബിയിലുള്ളത്. ഉണ്ടോ? ക്വാളിഫിക്കേഷൻ കുറഞ്ഞ വേറെ അധികം ഫെസിലിറ്റി ഒന്നും അതിലും ഇല്ല. അതുകൊണ്ടാണ് അധികം ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ വേണ്ട അവിടെ. എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ക്രൂസിനേക്കാളും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ സ്റ്റാഫുകൾ മതി ഏത്? ടൈപ്പ് ബിയില്. Duty of transporting patient to, from or between the place of medical treatment such as hospital. അപ്പൊ അവർക്കൊരു ഡ്യൂട്ടി എന്താ? only ട്രാൻസ്പോർട്ടിംഗ് പേഷ്യൻസിനെ കൊണ്ടുപോകുക, അത്രയുള്ള അവരുടെ ഡ്യൂട്ടി. ഉണ്ടാവും, അത്രയുള്ള അവരുടെ ഡ്യൂട്ടി പറയുന്നത്. ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് പേഷ്യന്റ് ടു, ഫ്രം ഓർ ബിറ്റ്വീൻ ദ പ്ലേസസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലേക്കും ഒക്കെ പേഷ്യൻസിനെ കൊണ്ടുപോകുക. അപ്പൊ അതിനകത്തുള്ള ഈ സ്റ്റാഫുകൾക്ക് അധികം ക്വാളിഫിക്കേഷൻ വേണ്ട. അല്ലെങ്കിൽ എമർജൻസി ആംബുലൻസിലെ ക്രൂസ് അവരെക്കായി കുറച്ച് ക്വാളിഫിക്കേഷൻ മതി. അത്യാവശ്യം അവർക്ക് പേഷ്യന്റിനെ ഒന്ന് കിടത്തണം, അല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യിക്കുക. ഫസ്റ്റ് എയ്ഡിനെ കുറിച്ചൊന്നും അധികം അറിവില്ലാത്ത, അല്ലെങ്കിൽ അതിനകത്ത് ഓരോ ആംബുലൻസില് മറ്റേ മെഡിക്കൽ ഫെസിലിറ്റി അല്ലെങ്കിൽ അതിനെ കുറിച്ചൊന്നും ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെ കുറിച്ചൊന്നും അധികം അറിവില്ലാത്ത, ക്വാളിഫിക്കേഷൻ കുറഞ്ഞ സ്റ്റാഫുകൾ മതി ടൈപ്പ് ബിയില്. എന്താണ് ഡ്യൂട്ടി? എന്താണ് ടൈപ്പ് ബി ആംബുലൻസിന്റെ ഡ്യൂട്ടി? അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ ഡ്യൂട്ടി എന്താ? ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിംഗ് ടു, ഫ്രം ഓർ ബിറ്റ്വീൻ ദ പ്ലേസ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് സച്ച് ആസ് ഹോസ്പിറ്റൽ. പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുക. അത്ര എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുന്ന ആംബുലൻസ് അല്ലാതെ അധികം ക്വാളിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത സ്റ്റാഫുകളാണ് അതില്. അതായത് നോർമലി ഉള്ളി എന്താണ് ഒരു ഡ്യൂട്ടി പറഞ്ഞേക്കുന്നത്? പേഷ്യൻസിനെ കൊണ്ടുപോകുക എന്നുള്ളത്. പേഷ്യൻസിനെ കൊണ്ടുപോകുക. ഇനി അടുത്തതാണ് ടൈപ്പ് സി, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ഇവിടെ എങ്ങനെ ചോദിക്കാം? ടൈപ്പ് സി ആംബുലൻസ് ഈസ് നോൺ ആസ് എന്താണ് പറയുന്നേക്കുന്നത്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ബേസിക് ലൈഫ് സപ്പോർട്ട് ആണ്, അടിസ്ഥാനമായിട്ടുള്ള ഒരു ലൈഫ് സപ്പോർട്ട് കൊടുക്കുന്ന ആംബുലൻസ് ആണ് ടൈപ്പ് സി. അത് ചോദിക്കാറുണ്ട് കേട്ടോ. ടൈപ്പ് സി എന്താണ്? ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. നോട്ട് ചെയ്തേ, ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ് ടൈപ്പ് സി. A vehicle designed for efficiently and comforting the working environment, suitably equipped and suitably staffed on the transport and treatment of the patient, requiring non-invasive airway management or basic monitoring. ഇതെങ്ങനെയാണെന്നറിയോ? അടിസ്ഥാന നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനാണ്. അതാണ് ബേസിക് ലൈഫ് സപ്പോർട്ട് എന്ന് പറഞ്ഞത്.
വലിയ ക്രിട്ടിക്കൽ കേസുകളൊന്നും അല്ല. ബേസിക് മോണിറ്ററിങ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ, അല്ലെങ്കിൽ നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ്, അധികം ആക്രമണാത്മകമല്ലാത്ത, ഒത്തിരി ക്രിട്ടിക്കൽ അല്ലാത്ത, കണ്ടോ, നോൺ ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ഓർ ബേസിക് മോണിറ്ററിങ് ആവശ്യമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള വെഹിക്കിളാണ്. അപ്പൊ അതിനകത്ത് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ടാകും. അത് നമ്മള് എന്താണ്, നമുക്ക് എഫിഷ്യൻസി ആൻഡ് കംഫർട്ട്, എന്താണ്, അത് കറക്റ്റ് ആയിട്ട് നല്ല കാര്യക്ഷമമായിട്ട് നല്ല കംഫർട്ടായിട്ട് നമുക്ക് വർക്കിംഗ് എൻവയോൺമെന്റ്, അതൊരു നല്ല പേഷ്യൻസിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബേസിക് മോണിറ്ററിങ് ആവശ്യമുള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേ എക്യുപ്മെന്റ്സും അതിന് അനുയോജ്യമായിട്ടുള്ള സ്റ്റാഫുകളും ഉള്ളതാണ് ഇത് ടൈപ്പ് സി ആംബുലൻസ് എന്ന് പറയുന്നത്. ബേസിക് മോണിറ്ററിങ് ഓർ നോൺ ഇൻവാസീവ് എയർവേ ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്, അധികം ആക്രമണാത്മകമല്ലാത്ത ഇത് അല്ലെങ്കിൽ അടിസ്ഥാന നിരീക്ഷണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസ്, അവരെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണിത്. ഓക്കെ, അടുത്ത, ഇറ്റ് ഈസ് അറേഞ്ച് വിത്ത് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ലൈക്ക് ആൻഡ് ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവും, BP മോണിറ്റർ ഉണ്ടാവും, സ്റ്റെതസ്കോപ്പ് ഉണ്ടാകും. അവിടെ ഇങ്ങനെ എന്താണ്, ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് മതി അവിടെ. ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്, ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും ടൈപ്പ് സിയില്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് അതൊക്കെ നമുക്കത് മോണിറ്റർ ചെയ്യാൻ പറ്റണം, ഇതൊക്കെ നോക്കാൻ പറ്റണം. ഓക്സിജൻ സിലിണ്ടർ എങ്ങനെയാണ്, അതിന്റെ കാര്യങ്ങള്, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്, ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാഫുകളായിരിക്കണം ടൈപ്പ് സിയിലുള്ളത് കേട്ടോ. ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന സ്കിൽഡ് ആയിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും ഏത് ടൈപ്പ് സി ടൈപ്പ് എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടാവും? ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ ആൻഡ് സ്റ്റെതസ്കോപ്പ്. നമ്മൾ ജോലി ചെയ്യുന്ന അന്തരീക്ഷം, അതിന്റെ ഒരു കംഫർട്ട് ആയിട്ടുള്ള, കാര്യക്ഷമതയ്ക്കും സൗകര്യത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അവിടെ എന്താണ്, സ്യൂട്ടബിൾ ആയിട്ടുള്ള എക്യുപ്മെന്റ്സും സ്യൂട്ടബിൾ സ്റ്റാഫും ഉണ്ടാക്കും. പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, ട്രീറ്റ്മെന്റ് ഈ എങ്ങനെയുള്ളത് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റിയിലേക്ക്, അതായത് ബേസിക് മോണിറ്ററിംഗ്, ഇതാണ് അവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്. ബേസിക് മോണിറ്ററിംഗ് ആവശ്യമുള്ള, അടിസ്ഥാന നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാനായിട്ടുള്ള, അതിനുവേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള വെഹിക്കിളാണ് ഇത് ഈ ടൈപ്പ് സി എന്ന് പറയുന്നത്. ഇനി ആ ടൈപ്പ് സിയിൽ എന്തൊക്കെ എക്യുപ്മെന്റ്സ് ഉണ്ടാകാം? ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്. അതുകൂടി നോട്ട് ചെയ്തേ, ചോദിക്കാം കേട്ടോ, എന്തൊക്കെ ഇതാണോ ഉണ്ടാവണെന്നുള്ളത്. ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ്. ഓക്കെ, രണ്ട് കാര്യങ്ങളും നോട്ട് ചെയ്യുക. ഇനി അടുത്തതാണ് ടൈപ്പ് ഡി എന്ന് പറയുന്നത്, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. അതും നോട്ട് ചെയ്യാട്ടോ. ടൈപ്പ് ഡി ആംബുലൻസ് ഈസ് ഓൾസോ നോൺ ആസ് ഡാഷ്. ഇതാണ് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. തിരിച്ചും പറയാം, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് എന്ന് പറയുന്നത് ഏത് ടൈപ്പിനെയാണ്? ടൈപ്പ് ഡി ആണ്. ആ ഹെഡിങ് തന്നെ നോട്ട് ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. അതും ചോദിക്കാം. ടൈപ്പ് ഡി ആംബുലൻസ് ഈസ് ഓൾസോ നോൺ ആസ്, എന്ത് പറയുന്നു? കാർഡിയാക് കെയർ ആംബുലൻസ്. കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് പറയുന്നു. അതായത് ടൈപ്പ് സിയിലെ അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് ഡി. കാർഡിയാക് കെയർ ആംബുലൻസ് ടൈപ്പ് ഡി സിയിനേക്കാളും അഡ്വാൻസ്ഡ് ആണ്. അപ്പൊ അതിൻ്റെതായ എക്യുപ്മെന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അവിടെ. ടൈപ്പ് സിയിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് ഡി ആംബുലൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാ മറ്റു പേരുകൾ ഏതാണ്? അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്, then and also known as cardiac care ambulance. രണ്ട് കാര്യങ്ങൾ നോട്ട് ചെയ്യുക ടൈപ്പ് ഡിനെ പറയുന്നത്. ഇനി എ വെഹിക്കിൾ ഡിസൈൻ എർഗോണമിക്കലി. എർഗോണമിക്കലി എന്ന് പറഞ്ഞാൽ എന്താ?
നമ്മുടെ ആ ഒരു നമ്മൾ വർക്കിംഗ് കണ്ടീഷന്റെ ജോലി ചെയ്യുന്ന അന്തരീക്ഷമില്ലേ, അതിന്റെ കാര്യക്ഷമതയ്ക്കും സൗകര്യത്തിനും വേണ്ടി അതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് എർഗോണമിക്കലി. ജോലി ചെയ്യുന്ന അന്തരീക്ഷത്തിന്റെ കാര്യക്ഷമതയ്ക്ക് സൗകര്യത്തിനൊക്കെ വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു ICU തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ആംബുലൻസ്, ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആംബുലൻസ് ആണ്. കണ്ടിട്ടില്ലേ ICU ആംബുലൻസുകൾ കണ്ടിട്ടില്ലേ? നമ്മളൊരു ICUയിൽ എങ്ങനെ കിടക്കുക, അതുപോലെ തന്നെ ഉള്ള എല്ലാ ഫെസിലിറ്റിയും ആംബുലൻസിന്റെ ഉള്ളിൽ ഉണ്ടാവും. ഇങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനെ ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഇപ്പൊ ഇവിടെ ഈ പറഞ്ഞ വെന്റിലേറ്ററിലൊക്കെ കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ ആ വെന്റിലേറ്ററോടുകൂടി വേണം ഷിഫ്റ്റ് ചെയ്യാൻ. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയിട്ട് ആളെ കൊണ്ടുപോയിട്ട് അവിടെ ചെന്ന് വെന്റിലേറ്റർ വെച്ചാൽ പോരല്ലോ അല്ലെ. ICUയിൽ എങ്ങനെയാണ് ആ പേഷ്യന്റ് കിടക്കണേ, അതേ ഒരു അന്തരീക്ഷത്തിൽ തന്നെ വേണം അവരെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്, ഒരു ICU തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് D ആംബുലൻസ് എന്ന് പറയുന്നത്. വെഹിക്കിൾ ഡിസൈൻഡ് എർഗോണമിക്കലി equipped and suitably staffed. അപ്പൊ അതിന്റെ സ്റ്റാഫിനും എങ്ങനെ വേണം, അതൊക്കെ ഒന്ന് മാനേജ് ചെയ്യാനുള്ള അറിവൊക്കെ വേണം, കഴിവുകൾ വേണം. ഫോർ the transport and the treatment of patient requiring invasive airway management. Invasive എന്ന് പറഞ്ഞാൽ എന്താ, ആക്രമണാത്മകമായിട്ടുള്ള, കുറച്ചും കൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള, ഡേഞ്ചർ ആയിട്ടുള്ള അങ്ങനെയുള്ള ഇൻവാസീവ് എയർവേ മാനേജ്മെന്റ് ഓർ ഇന്റൻസീവ് മോണിറ്ററിംഗ്, തീവ്ര നിരീക്ഷണം. ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ, തീവ്ര നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ അവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റെതായ എക്യുപ്മെന്റ്സുകളും അതിൻ്റെതായ സ്യൂട്ടബിൾ സ്റ്റാഫുകളും ഉള്ള ഒരു നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള വെഹിക്കിൾ ആണ് ടൈപ്പ് D. ആ ഇന്റൻസീവ് മോണിറ്ററിംഗ് ഒന്ന് നോക്കി അവിടെ, അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. നമ്മൾ ബേസിക് മോണിറ്ററിംഗ് ഏതായിരുന്നു, ടൈപ്പ് C ആണ്. ഇവിടെ ഇന്റൻസീവ് മോണിറ്ററിംഗ് എന്ന് വെച്ചാൽ തീവ്ര നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ നന്നായിട്ട് കെയർ കൊടുക്കേണ്ട അല്ലെ. ഒരു ICUയിലൊക്കെ കിടക്കുന്ന പേഷ്യൻസിനെ കൊണ്ടുപോകുമ്പോൾ വെറുതെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല, അതേ ഫെസിലിറ്റി ആ വെഹിക്കിളിന്റെ ഉള്ളിലും വേണം. അതാണ് ഇന്റൻസീവ് മോണിറ്ററിംഗ്, തീവ്ര നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ അവരെ ഷിഫ്റ്റ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ടൈപ്പ് D അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കാർഡിയാക് കെയർ ആംബുലൻസ്. കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് പറയും. ഇനി this is equipped with the advanced life support machine. അപ്പൊ എന്താ ഇതിനകത്ത് ഉണ്ടാവുക, എങ്ങനെയാ അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഉണ്ടാകും അല്ലെ. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് മെഷീൻസ് എന്തൊക്കെയാണ്, അത് ഓരോന്നും നോക്കണം കേട്ടോ, ചോദിക്കാറുണ്ട്. ഫസ്റ്റ് ആണ് ഡിഫ്രിബിലേറ്റർ. Defibrillator, a machine used to resume the heart. ഹാർട്ട് പുനരാരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ, അതാണ് ഇത് ഡിഫ്രിബിലേറ്റർ. ഡിഫ്രിബിലേറ്റർ ഹാർട്ട് പുനരാരംഭിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീൻ ഡിഫ്രിബിലേറ്റർ. നിങ്ങൾ അറിയില്ലേ, നമ്മളെ പെട്ടെന്നൊക്കെ ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാല് രണ്ട് പിടിക്കുന്ന ഒരു സാധനം, എന്നിട്ട് അത് ഈ ചെസ്റ്റിന്റെ അവിടെ വെച്ച് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് ഒരു ചെറുക്കോട് കൂടി അവർക്ക് ആ നോർമൽ ഇതിലേക്ക് വരാം. അങ്ങനെയുള്ളത് അതെന്താ, വേറൊന്നുമില്ല, ഹാർട്ട് പുനരാരംഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് ഡിഫ്രിബിലേറ്റർ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, കണ്ടിട്ടുണ്ട്, ഓക്കെ കണ്ടിട്ടുണ്ട്. ആ ഡിഫ്രിബിലേറ്റർ എന്നുള്ളതും അണ്ടർലൈൻ ചെയ്യണം. അതിന്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടില്ല ബ്രാക്കറ്റ്, അതും അണ്ടർലൈൻ ചെയ്യണം. അത് ചോദിക്കാം, ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. എ മെഷീൻ യൂസ്ഡ് ടു റെസ്യൂം ദ ഹാർട്ട്. എന്താണ് ആ മെഷീൻ എന്ന് പറയുന്ന പേര്, ഹാർട്ട് പുനരാരംഭിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനാണ് ഡിഫ്രിബിലേറ്റർ. ഓക്കെ, ഇനി അപ്പൊ അവിടെ എന്തുണ്ടെന്നാ നമ്മൾ പറഞ്ഞേ, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ്. അങ്ങനെയുള്ള ആംബുലൻസ് ആണ് ടൈപ്പ് D കേട്ടോ. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് അത് സജ്ജീകരിച്ചിട്ടുള്ള ആംബുലൻസ് ആണ് ഇത് ടൈപ്പ് D, അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ്. ഇനി ഇവിടെ നോക്കിയേ, ഇനി അടുത്തതാണ് ECG മെഷീൻ. Used to keep a check on the heart rate of a person. Used to test the heart rate of the patient. Patients in the heart rate, ഹൃദയമിടിപ്പ് അല്ലെ, അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ECG. ECG എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലെ, കുറച്ചു പേർക്കിടെങ്കിലും എടുത്തിട്ടുണ്ടാവും ECG എടുക്കുക.
ECGയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും. ഹാർട്ട് നെഞ്ചുവേദനയൊക്കെ ആയിട്ട് ചെല്ലുകയാണെങ്കിൽ ആദ്യം തന്നെ അവര് എടുത്തിട്ടുണ്ട് അല്ലെ, ആദ്യം തന്നെ അവർ ECG നോക്കാൻ പറയും, ECG എടുക്കാൻ പറയും. ECG നോക്കി കഴിയുമ്പോൾ അതിനകത്ത് വേരിയേഷൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് വല്ല ഹാർട്ട് അറ്റാക്കിന്റെ വല്ല പ്രശ്നമോ അല്ലെങ്കിൽ ബ്ലോക്കോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടോ എന്നൊക്കെ ഉള്ളത് പിന്നീട് അവർ നോക്കുന്നത്. ECG എന്താണ്? യൂസ്ഡ് ടു ടെസ്റ്റ് ആണ് കേട്ടോ, ടെസ്റ്റ് ദ ഹാർട്ട് റേറ്റ് ഓഫ് എ പേഴ്സൺ. ഈ ഹാർട്ട് റേറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിഷയം ECG. എന്താ എക്സ്പാൻഡഡ് ഫോം എന്താ ECGയുടെ? എക്കോ എക്കോ സി എന്താ? എക്കോ എക്കോ കാർഡിയോഗ്രാം. ഓക്കെ, എക്കോ കാർഡിയോഗ്രാം ECG പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. എക്കോ കാർഡിയോഗ്രാം ഓപ്ഷൻ നോക്കി എഴുതിയാൽ മതി കേട്ടോ, ഏതാണ് ഉള്ളത് നോക്കി. ECG. ഇനി അടുത്ത നോക്കിയേ, വെന്റിലേറ്റർ ഉണ്ടാകും. വെന്റിലേറ്റർ എന്താ പഠിച്ചിട്ടുണ്ടല്ലോ, വെന്റിലേറ്റർ പഠിച്ചല്ലോ ഒന്നാമത്തെ മൊഡ്യൂളില് 13ാമത്തെ ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്റർ. വെന്റിലേറ്റർ എന്താ? ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി, നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് എന്താണ് ബ്രീത്തിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന മെഷീനാണ്, അസിസ്റ്റ് ചെയ്യുന്ന മെഷീനാണ് ബ്രീത്തിങ് പ്രശ്നമുള്ള ബ്രീത്തിങ് മെഷീനാണ് വെന്റിലേറ്റർ. പിന്നെ അടുത്ത ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവാം. ചിലപ്പോൾ വെന്റിലേറ്റർ വേണ്ടാത്ത നമുക്ക് ഓക്സിജൻ സിലിണ്ടർ ചിലപ്പോ ചിലർക്ക് മതിയാവും. ഓക്സിജൻ സിലിണ്ടർ ഉണ്ടാവാം. പൾസ് ഓക്സിമീറ്റർ, എക്കോ കാർഡിയോഗ്രാം. അതെ, അതാ ഞാൻ പറഞ്ഞേ, നിങ്ങളതെ ഈ രണ്ട് വരുന്നുണ്ട്, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നുണ്ട്. അപ്പൊ നിങ്ങളത് ഓപ്ഷൻ നോക്കിയിട്ട് എഴുതിയാൽ മതി കേട്ടോ, ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ എഴുതിയാൽ മതി. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നുണ്ട്. അതിനകത്ത് നമുക്ക് കൊടുത്തേക്കുന്ന ഓപ്ഷൻ എന്താണോ ECG എക്കോ എന്ന് നമ്മൾ പറയും. അതിനകത്ത് ഓപ്ഷൻ നോക്കി നിങ്ങൾ ആൻസർ എഴുതിയാൽ മതി. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് നിങ്ങൾ അവിടെ ഒന്ന് എഴുതി വെച്ചോ. ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രിക്കൽ ഇമ്പൾസുകൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുന്ന മെഷീൻ, അത്രേ ഉള്ളൂ. ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് എഴുതിക്കോട്ടോ, അങ്ങനെ എഴുതി വെച്ചാൽ മതി അവിടെ. ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇലക്ട്രോ കാർഡിയോഗ്രഫി എന്നും അങ്ങനെ പറയും, ഇലക്ട്രോ കാർഡിയോഗ്രഫി എന്നും പറയും. അപ്പൊ ഓപ്ഷൻ നോക്കി എഴുതിയാൽ മതി. അപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് കറക്റ്റ് ആക്കി ഇങ്ങനെ തന്നെ എഴുതി വെച്ചോ, ഇലക്ട്രോ കാർഡിയോഗ്രാം എന്ന് എഴുതിയാൽ മതി. ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, ഇലക്ട്രോ കാർഡിയോഗ്രാം വേറൊന്നുമില്ല, നമ്മുടെ ഈ ഹാർട്ട് റേറ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നത് കറക്റ്റ് ആണോ, നോർമൽ ഹാർട്ട് ബീറ്റ് ആണോ, അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം. ഓക്കെ, ഇനി അടുത്ത വെന്റിലേറ്റർ പറഞ്ഞു. അതായത് എന്താണ്? നമ്മുടെ ലങ്സിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ലങ്സിന് നോർമലി ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള കണ്ടീഷനിൽ ലങ്സിനെ അസിസ്റ്റ് ചെയ്യുന്ന മെഷീൻ വെന്റിലേറ്റർ. പിന്നെ അതുപോലെ ഓക്സിജൻ സിലിണ്ടറുകൾ. പിന്നെ അടുത്തതാണ് പൾസ് ഓക്സിമീറ്റർ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ. Used to check for the amount of oxygen in the blood. നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ എമൗണ്ട് ചെക്ക് ചെയ്യുന്ന മെഷീനാണ് പൾസ് ഓക്സിമീറ്റർ. ഇത് ഓരോന്നും ഇതെല്ലാം നമ്മള് ഈ ടൈപ്പ് D ആംബുലൻസിലുള്ളതാണ് കേട്ടോ. ടൈപ്പ് D ആംബുലൻസിലുള്ളതാണ് ഈ സംഭവങ്ങളെല്ലാം, ഈ ഫെസിലിറ്റി, ഈ എക്യുപ്മെന്റ്സുകളെല്ലാം. അതിൽ ഓരോന്നും നമുക്ക് എടുത്ത് ചോദിക്കാറുണ്ട്. Which of the following is used to check for the amount of oxygen in the blood? ഉണ്ടോ? അപ്പൊ അതായത് അങ്ങനെ ചോദിക്കാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പൾസ് ഓക്സിമീറ്റർ. അതുകൊണ്ടാണ് ആ പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ഏതെങ്കിലും ചിലപ്പോ എക്സാമിന് ചോദിക്കാറുണ്ട്. വെറുതെ ഓടിച്ചു വായിച്ചു വിടരുത്. പൾസ് ഓക്സിമീറ്റർ യൂസ്ഡ് ടു ചെക്ക് ഫോർ ദ എമൗണ്ട് ഓഫ് ഓക്സിജൻ ഇൻ ദ ബ്ലഡ്. ഓക്കെ, ഇനി അടുത്തതാണ് ഇത് റിസിസിറ്റേഷൻ കിറ്റ്. പുനരാരംഭിക്കുന്നതിന് വേണ്ടി, പുനരുജ്ജീവനം,
അതാണ് റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ലങ്സിന് വേണ്ടിയിട്ട് തന്നെയുള്ളതാണ് കേട്ടോ, ലങ്സിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തന്നെയുള്ള മെഷീനാണ്. അതായത് ഈ കളക്ഷൻ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് സപ്ലൈസ്, ഒരു കളക്ഷൻ ആയിട്ട് ഒരു കൂട്ടം മെഡിക്കൽ എക്യുപ്മെന്റ്സ് സപ്ലൈകൾ, അതാണ് റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കിറ്റില്ലേ, കിറ്റിൽ കുറെ സംഭവങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലെ ഇപ്പൊ ഓക്സിജൻ നമ്മൾ വരും ട്യൂബ്, മൗത്ത് ഓപ്പണർ, ഓക്സിജൻ റിസർവെയർ, പിന്നെ അതുപോലെ തന്നെ സക്ഷൻ മെഷീൻ, അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ആ ഒരു കൂട്ടം എക്യുപ്മെന്റ്സുകൾ ആൻഡ് സപ്ലൈസ് ആണ്. കളക്ഷൻ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് സപ്ലൈസ് ആണ് റെസിസ്റ്റേഷൻ കിറ്റ് എന്ന് പറയുന്നത്. അതും ലങ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെയുള്ളതാണ്. അപ്പൊ നമ്മൾ ചുരുങ്ങിപ്പോയ ലെൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് വികസിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട്, നമ്മുടെ ചുരുങ്ങിപ്പോയ ലെൻസിനെയൊക്കെ വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു കൂട്ടം മെഡിക്കൽ എക്യുപ്മെന്റ്സ്, ഈ കളക്ഷൻ ഓഫ് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ആൻഡ് സപ്ലൈസ് ആണ് റെസിസ്റ്റേഷൻ കിറ്റ്. പിന്നെ അടുത്തതാണ് സക്ഷൻ മെഷീൻ, സക്ക് ചെയ്യാൻ അല്ലെ. ഇപ്പൊ നമ്മള് എന്താ ഇപ്പൊ എന്തെങ്കിലും ഇതൊക്കെ ഉണ്ട്, അവർക്ക് നോർമലി നമുക്ക് തുപ്പാൻ പറ്റില്ലെങ്കിൽ അത് ഇതൊക്കെ ഫ്ലൂയിഡ് ഒക്കെ വലിച്ചെടുക്കാൻ സക്ക് ചെയ്യാൻ വേണ്ടിയുള്ളത് സക്ഷൻ മെഷീൻ. ഇപ്പൊ ഡെന്റലിലൊക്കെ നിങ്ങൾ ചെല്ലുമ്പോ വായിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് റൂട്ട് കനാലോ ഇതൊക്കെ ചെയ്യുമ്പോൾ വായിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നമുക്ക് തുപ്പിക്കളയാൻ പറ്റുമോ? അപ്പൊ അവര് സക്ക് ചെയ്തെടുക്കൂലേ, ആ വെള്ളം വലിച്ച് ഡെന്റലിലൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. സക്ക് ചെയ്യുക, അതാണ് വലിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിലുള്ള ഫ്ലൂയിഡ്സോ മറ്റുള്ള ഇതൊക്കെയാണ് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സക്ഷൻ മെഷീൻ. അടുത്തതാണ് നെബുലൈസർ. പിന്നെ അടുത്തതാണ് BP അപ്പാരറ്റസ്, BP ബ്ലഡ് പ്രഷർ ഒക്കെ നോക്കാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ്. ഇപ്പൊ ഇത്രയും സംഭവങ്ങൾ കണ്ടോ, എന്തോരോ കാര്യങ്ങളാ. അതാണ് നമ്മൾ പറഞ്ഞത് ഏറ്റവും അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ടാണ് അതിനെ കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് പറയുന്നത്. ഏറ്റവും അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസ് ആണ്. ഇന്റൻസീവ് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള, തീവ്ര നിരീക്ഷണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആംബുലൻസ് ആണ് ഇന്റൻസീവ് മോണിറ്ററിംഗ്. അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് മെഷീൻസ് ഉണ്ടായിരിക്കും അവിടെ. എന്തൊക്കെയാണോ ഉള്ളത്? ഡിഫിബ്രിലേറ്റർ, ECG മെഷീൻ, then ventilator, oxygen cylinder, pulse oximeter, resuscitation kit, suction machine, nebulizer and BP apparatus. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ആ ബ്രാക്കറ്റിലുള്ള സംഭവം കൂടി നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, 4 ടൈപ്പും കിട്ടിയാ? എളുപ്പല്ലേ? ടൈപ്പ് എയിൽ എന്താ? ഒന്നുമില്ല, മെഡിക്കൽ ഫെസിലിറ്റി ഇല്ല. മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്ത സാധാ ടൈപ്പ് ആംബുലൻസ് ആണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. അതായത് നമ്മളിങ്ങനെ വലിയ എമർജൻസി ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ നേരെ തന്നെ കിടത്തിക്കൊണ്ട് പോകുന്ന ഹൊറിസോണ്ടൽ ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് അവരെയൊന്നും ഷിഫ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഒട്ടും മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്തത്. അത് അങ്ങനെ തന്നെ ചോദിക്കും, ഏത് ടൈപ്പിലാണ്? മെഡിക്കൽ ഫെസിലിറ്റി ഇല്ലാത്തതാണ് ടൈപ്പ് എ എന്ന് പറയുന്നത്. ഇനി ടൈപ്പ് ബി എന്ന് പറഞ്ഞാൽ ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ആണ്. അതായത് അവിടെ നമ്മൾ പറഞ്ഞേക്കുന്നത് ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് ഉള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പേഷ്യൻസിനെ, ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിങ് പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. അപ്പൊ അവിടെ അതിനകത്തുള്ള ക്രൂസ് എങ്ങനെയായിരിക്കണം? എമർജൻസി ആംബുലൻസിൽ വർക്ക് ചെയ്യുന്ന ക്രൂസിനേക്കാളും ക്വാളിഫിക്കേഷൻ കുറഞ്ഞ സ്റ്റാഫുകളായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പുള്ളി എന്താണ്? പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക. പുള്ളി പേഷ്യൻസിനെ കൊണ്ടുപോകുക എന്നുള്ളത് മതി, ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. ക്വാളിഫിക്കേഷൻ കുറവുള്ള ക്രൂസ് മതി അവിടെ. അത്യാവശ്യം അവർക്ക് എന്തറിയണം? പേഷ്യൻസിന് എങ്ങനെയൊന്ന് കിടക്കണം, അവരെങ്ങനെയൊന്ന് മൂവ് ചെയ്യിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി. അല്ലാതെ ഫസ്റ്റ് എയ്ഡ് മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും അധികം അറിവോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഒന്നും അവർക്ക് വേണ്ട കേട്ടോ. ജസ്റ്റ് പേഷ്യന്റിനെ ഒന്ന് ഹാൻഡിൽ ചെയ്യുക, അവരെ ഒന്ന് കിടത്തണം, ചിലപ്പോൾ അവരെ ഒന്ന് ജനിപ്പിക്കണം, അവരെ ഒന്ന് മൂവ് ചെയ്യിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം. എന്താണ്? ഓൺലി ഡ്യൂട്ടി ഓഫ് ട്രാൻസ്പോർട്ടിങ് പേഷ്യൻസ്. ഇനി ടൈപ്പ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ലൈഫ് സപ്പോർട്ട് ആണ്. അടിസ്ഥാന നിരീക്ഷണം ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ, ബേസിക് മോണിറ്ററിംഗ് ആവശ്യമായിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആംബുലൻസ് ആണ്. അപ്പൊ അതിനകത്ത് കുറച്ച് ഫെസിലിറ്റികൾ വേണ്ടി വരും അല്ലെ? അറേഞ്ച് വിത്ത് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ്, ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് വേണ്ടി വരും. അത് ഏതൊക്കെയാ അവിടെ പറഞ്ഞേക്കണം? 3 പറഞ്ഞിട്ടുള്ളൂ. ഓക്സിജൻ സിലിണ്ടർ, BP മോണിറ്റർ, സ്റ്റെതസ്കോപ്പ് തുടങ്ങിയ ബേസിക് ആയിട്ടുള്ള ഒരു ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് ഉള്ള വെഹിക്കിള് ടൈപ്പ് സി ആണ്.
ഇനി ലാസ്റ്റത്തെയാണ് ടൈപ്പ് ഡി ആംബുലൻസ്. അതെന്താന്ന് പറഞ്ഞേ, നമ്മുടെ ഒരു ICU തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ആംബുലൻസ് ആണ്. ഇന്റൻസീവ് മോണിറ്ററിങ്, നന്നായിട്ട് നല്ല നിരീക്ഷണം, തീവ്ര നിരീക്ഷണം ആവശ്യമുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ് ഏത് ടൈപ്പ് ഡി ആംബുലൻസ് എന്ന് പറയുന്നത്. അതിനെ പറയപ്പെടുന്ന മറ്റു പേരെന്താണ്, കാർഡിയാക് കെയർ ആംബുലൻസ് എന്ന് പറയുന്നു. ഇനി ഇതിനകത്ത് എന്താ, നല്ല എക്യുപ്മെന്റ്സ് വേണ്ടി വരും, നല്ല ഫെസിലിറ്റികൾ അവിടെ വേണ്ടി വരും അല്ലെ. എന്തൊക്കെ വേണ്ടെന്ന് പറഞ്ഞേ, ഡിഫിബ്രിലേറ്റർ, ECG മെഷീൻ, വെന്റിലേറ്റർ, ദെൻ ഓക്സിജൻ സിലിണ്ടർ, പൾസ് ഓക്സിമീറ്റർ, റെസിസ്റ്റേഷൻ കിറ്റ്, സക്ഷൻ മെഷീൻ, നെബുലൈസർ ആൻഡ് BP അപ്പാരറ്റസ്. അത്രയും കാര്യങ്ങളൊക്കെ വരാം. ഇനി അടുത്തതാണ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ആംബുലൻസിന്റെ ഉള്ളില് ഉള്ള പേഷ്യന്റിന് വേണ്ടിയിട്ട്, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ഫെസിലിറ്റികളാണ് നമ്മൾ പറഞ്ഞത് അല്ലെ. പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്, അതിനുവേണ്ട ഫെസിലിറ്റി, മെഷീൻസുകൾ, കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്തത്, അതുകൂടാതെ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നേരിട്ട് ഉപയോഗിക്കുന്നതിന് അങ്ങനെയുള്ള മെഷീൻസിനെ കൂടാതെ, അങ്ങനെയുള്ളത് കൂടാതെ ആംബുലൻസിൽ കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവോ എന്നറിയില്ല, ഇനി എന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ബിസൈഡ് ദ എക്യുപ്മെന്റ്സ് സ്ട്രെയിറ്റ്ലി യൂസ്ഡ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ദ പേഷ്യന്റ്. ഇപ്പൊ ഇത്രയും നേരം നമ്മൾ പറഞ്ഞതൊക്കെ എന്തിനു വേണ്ടിയുള്ള എക്യുപ്മെന്റ് ഒക്കെ ആയിരുന്നു, മെഷീൻസ് ഒക്കെ ആയിരുന്നു, പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള മെഷീനാണ് അല്ലെ. പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള മെഷീൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ബേസിക് ലൈഫ് സപ്പോർട്ട് എക്യുപ്മെന്റ്സ് പറഞ്ഞു, അടുത്ത അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സപ്പോർട്ട് മെഷീൻസ് പറഞ്ഞു. അതൊക്കെ നമ്മുടെ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമല്ലാത്ത, beside the equipment strictly used for the treatment of the patients, പേഷ്യൻസിനെ ട്രീറ്റ്മെന്റിന് നേരിട്ട് ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾക്ക് പുറമേ, അതിന് പുറമേ ആംബുലൻസിൽ വേറെ കുറച്ച് എക്യുപ്മെന്റ്സുകളുണ്ട്. Ambulance should be fitted with a range of extra equipments which are used in order to aid the patient care. This include എന്താണ്, നമ്മൾ പേഷ്യൻസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന് പുറമെ ആംബുലൻസിൽ വേറെ കുറച്ച് എക്യുപ്മെന്റ്സുകളുണ്ട്. should fitted with a range of extra equipments which are used in order to ease the patient care. Patient care easy ആക്കാൻ, സുഗമമാക്കാൻ, to face, facilitate, അവരുടെ പേഷ്യൻസിന് കൊടുക്കുന്ന അവരുടെ ഒരു സേഫ് ആയിട്ട് അവരെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ എക്യുപ്മെന്റ്സ് കൂടി ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് ഇനി നമ്മൾ പറയുന്നത്. ഫസ്റ്റ് ആണ് ടു വേ റേഡിയോ. കേട്ടിട്ടുണ്ടോ ടു വേ റേഡിയോ? എന്താ പർപ്പസ്? ടു വേ റേഡിയോയുടെ പർപ്പസ് എന്താ? ടു വേ റേഡിയോ ഗിരീഷില്ലേ ഇവിടെ? എന്താണ് ഒരു പർപ്പസ്? നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അവിടെ ടു വേ റേഡിയോ ഒക്കെ? പണ്ടത്തെ ഒരു ഇതാണെങ്കിലും ഇല്ലേ, ആള് പോയോ? അവിടെ കുറച്ചു മുമ്പൊക്കെ ഒരു മെസ്സേജ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ടു വേ റേഡിയോ എന്തിന്റെ പർപ്പസ്? കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടു വേ റേഡിയോ അവിടെ ഉണ്ടല്ലേ. ടു വേ റേഡിയോ ഇല്ലേ? എന്താണ് പർപ്പസ് അവിടെ? കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. എഴുതി വെച്ചോ കേട്ടോ, അവിടെ നോട്ട് ചെയ്തോ. കമ്മ്യൂണിക്കേഷന് വേണ്ടിയാ. ആരൊക്കെ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ? നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരോട് വർത്താനം പറയാൻ വേണ്ടിയാണോ? വയർലെസ് അല്ലെ. ഓക്കെ, നമുക്ക് നമ്മുടെ വീട്ടിലുള്ളവരോട് പോകുമ്പോ വിശേഷം ചോദിക്കാനാണോ? എവിടെ എത്തി, അവിടെ പോയി? ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് അല്ലെ. ഒരു ടൈപ്പ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ് ടു വേ റേഡിയോ എന്ന് പറയുന്നത്. എന്താ? ആംബുലൻസിലെ ഡ്രൈവറും ഹോസ്പിറ്റലിലെ ഡോക്ടറും ഇല്ലേ, അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ പേഷ്യന്റിനെ കൊണ്ട് പോവല്ലേ അവര്, ആംബുലൻസിൽ പോവാണ്, പെട്ടെന്ന് ഓൺ ദ വേയില് ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റലുമായിട്ട് ഡോക്ടറുമായിട്ടൊക്കെ എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് ഇത് ടു വേ റേഡിയോ. ഡ്രൈവറും ഹോസ്പിറ്റലിലുള്ള ആളുകളും തമ്മിലുള്ള വിവരങ്ങൾ കൈമാറാൻ. ട്രാഫിക് മൂവി പോലെ. അമൃത ട്രാഫിക് മൂവി കണ്ടിട്ടില്ലേ നിങ്ങള്? നമ്മുടെ വിനീത് ശ്രീനിവാസന്റെ അല്ലേ ട്രാഫിക്? ആംബുലൻസിലൊക്കെ പോകുമ്പോ അപ്പൊ തന്നെ വയർലെസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലീസ് ഇവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേഷൻ ചെയ്യാനൊക്കെ അല്ലേ? കണ്ടിട്ടുണ്ട് അല്ലേ?
അതാണ് ഒന്നാമത്തെ ഒരു ഇതാണ് ടു വേ റേഡിയോ. അങ്ങനെ ഒരു ഉണ്ടാവും. അപ്പൊ എന്താ കമ്മ്യൂണിക്കേഷൻ പർപ്പസ് ആണ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയാണ് ആംബുലൻസിലെ ഡ്രൈവറും അതുപോലെ നമ്മുടെ ഡോക്ടറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവർ തമ്മിൽ വിവരങ്ങൾ കൈമാറാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീസ് ഓഫ് എക്യുപ്മെന്റ് ഇൻ പ്രസന്റ് ഡേ എമർജൻസി മെഡിക്കൽ സർവീസസ് സിൻസ് ഇറ്റ് അലൗ ഫോർ ദ ഇഷ്യൂയിങ് ഓഫ് ജോബ് to the ambulance and can permit the crew to pass information back to control or to the hospital. Then, for example, priority message to warn the hospital of the imminent arrival of the critical patient. അതായത് ഇപ്പൊ ഒരു പേഷ്യന്റിനെ കൊണ്ട് പോവാന്ന് വിചാരിക്കാം, നമ്മൾ ആ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടാണ് ആ പേഷ്യന്റ് വന്നത് അറിയണേ, ആണോ? എമർജൻസി പേഷ്യൻസിനെ കൊണ്ട് പോവാണ്, ആ ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിന്റെ എത്തുന്നതിന് മുന്നേ അറിയിക്കണം. ഓൺ ദ വേ ഞങ്ങൾ ഇവിടെ വരെ എത്തി, 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തും എന്നുള്ളത്. ആ ഹോസ്പിറ്റലുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം അവിടെ. ആ ഡ്രൈവർ, ആംബുലൻസിലെ ഡ്രൈവർ അല്ലെ, ഇപ്പൊ നമുക്ക് പറയാം ഇത്ര സമയത്തേക്ക് അവിടെ ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ, ആ പേഷ്യന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും അപ്പത്തേക്ക് റെഡി ആയിരിക്കണം. ആ പേഷ്യന്റിന് ചെല്ലുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി വെക്കണം. അല്ലാതെ ആ പേഷ്യന്റ് ഇത്രയും വയ്യാതെയായിട്ട് കിടക്കുന്ന പേഷ്യന്റ് ചെന്ന് കഴിയുമ്പോഴല്ല അവര് വന്ന് പിന്നെ പതുക്കെ ആളെ കൊണ്ടുപോവുക, അതൊക്കെ ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ ജസ്റ്റ് ഒരു സർജറി ഒക്കെ വേണമെങ്കിലാണെങ്കിൽ ഓപ്പറേഷൻ റൂം ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചോളണം. ജസ്റ്റ് ആ പേഷ്യന്റിന് ചെല്ലാന്നുള്ള ഒരു ടൈം മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനു വേണ്ടി നമ്മുടെ അറിവില് ആ പേഷ്യന്റിനെ കൊണ്ട് ഞങ്ങൾ എവിടെ വരെ എത്തി, 5 മിനിറ്റിനുള്ളിൽ എത്തും എന്നുള്ളത്. അങ്ങനെ ഇടയ്ക്ക് ആ ഡ്രൈവറും ആ ഹോസ്പിറ്റലും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. അതാണ് ആ എക്സാമ്പിൾ അവിടെ കിടത്തേക്കണുണ്ടോ. For example, a priority message to warn the hospital of the imminent arrival of a critical patient. ഗുരുതരാവസ്ഥയിലുള്ള പേഷ്യൻസിന്റെ വരവിനെ കുറിച്ച് ഹോസ്പിറ്റലിന് ഒരു മുന്നറിയിപ്പ് കൊടുക്കാൻ, ഒരു പ്രയോറിറ്റി മെസ്സേജ് കൊടുക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ടു വേ റേഡിയോ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ചെല്ലേണ്ട ഹോസ്പിറ്റലിലേക്ക് പേഷ്യന്റിന്റെ കണ്ടീഷൻസ് പറയുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഡ്രൈവറും കോഡ് ബ്ലൂ അലർട്ട് ചെയ്യാൻ ഹെൽപ്ഫുൾ ആക്കും. ആ കാർഡിയാക് നിങ്ങൾക്ക് പി ജിയിൽ പഠിക്കാനുണ്ട് എമർജൻസി കോഡുകൾ, നിങ്ങൾക്ക് പി ജിയിലുണ്ട്. പിന്നെ കുറച്ച് പഠിക്കാനുണ്ട്, കോഡുകൾ പഠിക്കാനുണ്ട് അല്ലെ. ഹാർട്ട് അറ്റാക്ക് കോഡ് ബ്ലൂ ആണ്, അത് ഹോസ്പിറ്റൽ എമർജൻസിയിൽ കാണിക്കുന്നത്. ഇപ്പൊ ഹോസ്പിറ്റലില് നമുക്ക് കോഡ് ബ്ലൂ പറയാം. ഹോസ്പിറ്റലിൽ ഇതുപോലെ പേഷ്യന്റിനെ കാർഡിയാക് അറസ്റ്റ് ആയിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റാഫുകളെ ആ എമർജൻസി അറിയിക്കാനാണ് നമ്മൾ കോഡ് ബ്ലൂ ഉപയോഗിക്കുന്നത്. ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ ടു വേ റേഡിയോ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. അടുത്ത ക്ലാസ്സിൽ ഒന്നും കൂടി നമുക്കത് പറയാം. നെക്സ്റ്റ് മാം ജോലി ചെയ്യും കേട്ടോ. നെക്സ്റ്റ് പി ജിയിലാണ്. ആ പിള്ളേർ അവിടെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും, അതുകൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് മാം വരെ നിങ്ങൾ നല്ല സപ്പോർട്ടീവ് ആട്ടോ, അതും കൂടി പറഞ്ഞേക്കട്ടെ. നല്ല ക്ലാസ് നല്ല സ്മൂത്ത് ആയിട്ട് അതുകൊണ്ട് പോകേണ്ടത്. നമുക്ക് നിങ്ങൾ ഭയങ്കര ആക്റ്റീവ് എനർജറ്റിക് ആയിട്ടുള്ളവരാണ്. ഇത് നമുക്ക് നല്ല സൂപ്പറാണ് കേട്ടോ. ക്ലാസ്സിൽ തന്നെ 22 ബാച്ചിലേക്ക് കയറാൻ തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്, വൈബാണ് നമുക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം.